മാലിന്യവാഹിനിയായി ആലപ്പുഴ നഗരത്തിലെ കാവിത്തോട് ഒഴുക്ക് തടസ്സപ്പെട്ട മാലിന്യം കെട്ടിക്കിടക്കുന്ന തോട്ടിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം മൂലം വഴി നടക്കാനാകാത്ത ഗതികേടിലാണ് പ്രദേശവാസികൾ. മഴ പെയ്ത് വെള്ളം ഉയരുന്നതോടെ സാംക്രമിക രോഗങ്ങൾ പടരുമെന്ന ആശങ്കയിൽ ഭീതിയോടെ ജീവിതം തള്ളി നീക്കുകയാണ് തോടിന്റെ ഇരക്കരകളിലുമുള്ള കുടുംബങ്ങൾ. പഴവീട് പാലസ് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന കാവിത്തോട് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് അലക്കുതോടെന്നാണ്. ഈ തോട് കേന്ദ്രീകരിച്ച് ഉപജീവനം കണ്ടെത്തിയിരുന്ന ധാരാളം കുടുംബങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. അലക്കാൻ പോയിട്ട് കൈകൊണ്ട് തൊടാൻ പോലും സാധിക്കാത്ത തരത്തിൽ മലിനമാണ് തോട്. കക്കൂസ് മാലിന്യമടക്കം കലരുന്നുണ്ടെന്ന് കരുതുന്ന പ്രദേശത്ത് ചില സമയങ്ങളിൽ മാലിന്യത്തിന്റെ ഗന്ധം അസഹനീയമാണെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടിക്കാലം മുതലേ ഞങ്ങളൊക്കെ ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു തോടാണിത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കുളിക്കുകയും അതുപോലെ തന്നെ തുണി കഴുകുന്നതൊക്കെ ഒരു സ്ഥലമായിരുന്നത്. ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കുറേ വർഷങ്ങളായിട്ട്, അതായത് നമുക്ക് എല്ലാ ആൾക്കാരും, അതായത് പടിഞ്ഞാറ് നിന്ന് വരുന്ന കംപ്ലീറ്റ് വേസ്റ്റുകൾ മുഴുവൻ എല്ലാവരും ഈ തോട്ടിലോട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് കാല് പോലും ഒന്ന് കഴുകാൻ പോലും ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ളവർക്കൊക്കെ എലിപ്പനി വന്ന് ബാധിച്ച് മരിച്ച ആൾക്കാരുമുണ്ട് ഇവിടെ. ഇത് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ നഗരസഭയിലും പറയുന്നുണ്ട്. 2-3 പ്രാവശ്യം വന്ന് അവർ വെറുതെ ഒന്ന് വന്നിങ്ങനെ ആഴം കൂട്ടി പോയതല്ലാതെ മറ്റ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാലമുണ്ട്. ആ പാലം അന്ന് കിട്ടുമ്പോഴേ ഞങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലൊന്നും പില്ലർ വെക്കാതെ ഇച്ചിരി പൊക്കി ഹൈറ്റ് കൂട്ടി ചെയ്യാൻ പറഞ്ഞിട്ട് അതും ചെയ്യാതെ അവർ നേരെ തോടിൻ്റെ ലെവലിലാണ് അത് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരുന്ന ഈ വേസ്റ്റ് എല്ലാം ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ മെയിനായിട്ട് വേസ്റ്റ് തടയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പടിഞ്ഞാറുള്ള ആ ഇടത്തോടുകളുണ്ട്. ആ ഇടത്തോടുകളിൽ നിന്നാണ് ഈ വേസ്റ്റ് കൂടുതലായിട്ട് ഒഴുകി വരുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ തോടിൻ്റെ ഇരു കരകളിലും താമസിക്കുന്ന ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത്. മണ്ണും ചെളിയും അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന തോട് മഴക്കാലമാകുന്നതോടെ കൂടുതൽ പ്രതിസന്ധി ഉയർത്തും. തോടിന് കുറുകെ നിർമ്മിച്ച പാലങ്ങളുടെ തൂണുകളിൽ മാലിന്യമടിഞ്ഞതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായി നിലച്ചു. പലയിടങ്ങളിലും പോള കൂടി നിറഞ്ഞതോടെ അവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയാണ്. മഴയെത്തുന്നതോടെ വെള്ളം ഉയരുകയും ഒഴുകാൻ മാർഗമില്ലാതാവുകയും ചെയ്യുന്നതോടെ പ്രദേശത്തെ വീടുകളിലേക്കും ഈ മലിനജലം ഒഴുകിയെത്തുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. ഇത് സാംക്രമിക രോഗ വ്യാപനത്തിനും കാരണമായേക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ജില്ലാ കളക്ടർക്കും വാർഡ് കൗൺസിലർക്കും പരാതി നൽകിയിട്ടും മാലിന്യം നീക്കം ചെയ്യാൻ യാതൊരു നടപടിയുമില്ല. മഴക്കാലം എത്തും മുൻപ് തോട്ടിലെ മാലിന്യം നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുവിടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന മനുഷ്യൻ വിളിച്ചു വരുത്തുന്നത് മാരകമായ രോഗങ്ങളെ കൂടിയാണ്. ഇനിയെങ്കിലും മനുഷ്യന് തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ വിപത്തായിരിക്കും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. വിഷയത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. തെളിഞ്ഞ വെള്ളമായിരുന്നു സാറേ. ഇവിടെ ഈ തുണി കഴുകുന്ന അലക്കുകാരൊക്കെ ഉണ്ടായിരുന്നു. അതിലുൾപ്പെട്ടാണ് ഞാനും. ഇവിടെ കൽക്കട്ടിന് സൈഡ് കൽക്കട്ടുണ്ടായിരുന്നു, ഇറങ്ങി നിന്ന് തുണി കഴുകുന്നു. ആ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമായിരുന്നു ഇവിടെ കിടന്നത്. ഇപ്പം ഈ കുറഞ്ഞ ഇതുകൊണ്ടാണ് ഈ പരിവാക്കി കിട്ടിയത്. ഒരാളെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റിനകത്തിട്ടാൽ മതി. അവൻ 10 മിനിറ്റ് കഴിയുമ്പോൾ അവനെ നമുക്ക് നേരെ മോർച്ചറിലേക്ക് കൊണ്ടുപോകാം. ആ രീതിയിലാണ് ഈ വെള്ളം. കാരണം അബദ്ധവശാൽ പോലും വെള്ളത്തിൽ വീണാൽ മരണപ്പെടും. അത്രയ്ക്ക് വൃത്തിജീനമാണ്. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്തില്ലാത്തത് മനുഷ്യൻ്റെ വിസർജനങ്ങളെല്ലാം ഉണ്ട്. മനുഷ്യൻ്റെ ശരീരം ഒഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. പാലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. പാലത്തിന് താഴെ ഒരു തൂണുണ്ട്. പടിഞ്ഞാറുന്നുള്ള ഒഴുക്കിന് വരുന്ന വേസ്റ്റ് അത് തങ്ങി നിൽക്കും. തങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ മെയിൻ അമ്പലപ്പുഴ കനാല് കിഴക്കുവശ കാണുന്നത്, ആ കനാലിലേക്ക് ഇത് പോകത്തില്ല. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ തങ്ങിക്കിടക്കും. തങ്ങിക്കിടന്നു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഏതെങ്കിലും ആണ്ടിൽ ഒരു പ്രാവശ്യം ഇത് വാരത്തും. ഈ ഏറ്റവും മലിനമായ സാധനങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇത് ഈയിടെയും വാരിയതായിരുന്നു. വാരിയിട്ട് യാതൊരുവിധ പ്രയോജനവും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ 1-2 പേരെ സെക്യൂരിറ്റിക്ക് എങ്കിലും ഇടണം, ഇട്ടാലേ ഈ തോട് വൃത്തിയാകത്തുള്ളൂ. അല്ലാതെ ഈ തോട് ഒരു കാരണവശാലും ഈ പടിഞ്ഞാറുന്നുള്ള വേസ്റ്റാണ് ഈ കംപ്ലീറ്റ് വരുന്നത്. ഇവിടെ ഉള്ളവരല്ല വേസ്റ്റ് ഇടുന്നത്, ഈ പടിഞ്ഞാറുന്നുള്ള വേസ്റ്റാണ് വരുന്നത്. അജയ്, എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം? നാട്ടുകാരുടെ പ്രധാന ആരോപണം എന്തൊക്കെ? അശ്വതി, ഇതിലേറ്റവും സങ്കീർണം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് 2 വാർഡുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു തോട് ആണ് എന്നുള്ളതാണ്. അതായത് പഴവീട്, പാലസ് എന്നീ 2 വാർഡുകൾക്കിടയിലൂടെയാണ് ഈ തോട് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഈ കൗൺസിലർമാർ വേണ്ട രീതിയിലൊരു ഗൗരവം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തിൻ്റെ ആക്ഷേപം. ഇത് ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും ഈ കൗൺസിലർമാർ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായിട്ടുള്ള വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നഗരത്തിലെ ചെറുതോടുകളെ സംബന്ധിച്ചാണ്, ഇടത്തോടുകളെ സംബന്ധിച്ചാണ്. ഈ ഇടത്തോടുകളിലെല്ലാം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സാഹചര്യമുണ്ട്. ഈ പ്രദേശത്ത്
അധിവസിക്കുന്ന ജനങ്ങളല്ല ഇത്തരത്തിലേക്ക് തോട് മലിനമാക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആകെ തന്നെ ഒരു അഭിപ്രായം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഇടത്തോടുകളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ഇവിടെ ഈ തോട് ഈ പോള കയറി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം കൊണ്ട് തന്നെ ഒഴുക്ക് തടസ്സപ്പെട്ട വലിയ രീതിയിലുള്ളൊരു ദുർഗന്ധം വമിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുകയാണ്. വലിയ സാംക്രമിക രോഗങ്ങൾ ഇനിയിപ്പോൾ മഴക്കാലം കൂടി എത്തുന്ന സാഹചര്യത്തിൽ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. ആ വെള്ളം കയറുന്ന ഘട്ടത്തിൽ ഈ മലിനജലം വീടുകളിലേക്കെല്ലാം കയറുന്ന സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന ഒരു ദുരവസ്ഥ കൂടി ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സാംക്രമിക രോഗങ്ങളെ ഭയക്കുന്ന ഒരു ജനത കൂടിയായിട്ട് ഇവർ മാറുകയാണ്. അടിയന്തരമായ ഒരു ഇടപെടൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യവും. എന്തായാലും നഗരസഭ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ഈ 2 വാർഡിലെ കൗൺസിലർമാർ തമ്മിൽ ധാരണാപ്രകാരം ഈ തോട് ശുചീകരിക്കുന്ന ഒരു കൃത്യമായൊരു ഇടപെടൽ ഇവർ നടത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ഭാഗമായി ആ പ്രദേശത്തെ ജനങ്ങൾക്കാകെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ പ്രായമായവർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കാകെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാവിയിൽ അത് വലിയ രോഗങ്ങളിലേക്ക് കൂടി ഇത് കാരണമായി തീരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിട്ടുള്ളതും. എന്തായാലും എത്രയും വേഗം അധികൃതർ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്കും ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ പറ്റുള്ളത്. ശരി.